ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ഇഞ്ചിക്കറി വെച്ചാലോ? അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് ചീവി കഴുകി അങ്ങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു സൈസിൽ നമുക്കങ്ങ് അരിഞ്ഞെടുത്തിട്ട് നമുക്കതിനെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതിനെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാൻ കുറച്ച് സവോള എടുത്തേക്കുന്നത്. സവോളയല്ല, സാധാരണ ഉള്ളിയാണ് എടുക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള എടുത്തു. സവോളയും 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് വാട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കായം പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി അങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഈ മൂപ്പിച്ചെടുത്ത പൊടിയിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ അരച്ച് വെച്ച് ഇഞ്ചി കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ നന്നായിട്ട് ഒഴിച്ച്, കൂടാണ്ട് അതിൻ്റെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ വേണ്ട, നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്.